ലോകത്തിന് ഭീഷണിയായേക്കാവുന്ന ഇറാന്റെ ആണവ നിലയങ്ങളും പദ്ധതികളും നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെ ജൂൺ 13-നാണ് ഇസ്രായേൽ ഇറാനിലേക്ക്, പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫെസിലിറ്റി സെന്ററുകളിലേക്ക് ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് നൂറുകണക്കിന് ബലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ വർഷിച്ചത്. ഈ ആക്രമണ പ്രത്യാക്രമണങ്ങൾ മൂലം ഇറാനിൽ ഏകദേശം 200-ഉം ഇസ്രായേലിൽ 24-ഓളം പേരാണ് മരണപ്പെട്ടത്. ഈയൊരു യുദ്ധാന്തരീക്ഷം കണക്കിലെടുത്താണ് ഇറാനിലെ ടെഹ്റാൻ ഇസ്ഫഹാൻ അതിരൂപതയിലെ കർദിനാൾ ഡൊമിനിക് മാത്യുവും ഇസ്രായേലിലെ ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയാർ ബാറ്റിസ്റ്റ പിസ്ബല്ലായും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയും പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളോട് ആഹ്വാനം നടത്തുകയും ചെയ്തത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും സൈനിക ക്യാമ്പുകളും ലക്ഷ്യമാക്കി ഇസ്രായേലിൽ നിന്നുള്ള ആദ്യത്തെ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഏഷ്യ ന്യൂസ് ഏജൻസിയുമായുള്ള ഇന്റർവ്യൂവിൽ കൂടിക്കാഴ്ചകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഐക്യങ്ങളിലൂടെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ടെഹ്റാൻ ഇസ്ഫഹാൻ അതിരൂപതയിൽ നിന്നുള്ള കർദിനാൾ ഡൊമിനിക് മാത്യു പറഞ്ഞത്. അതേസമയം ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസായ കർദിനാൾ പിയർ ബാറ്റിസ്റ്റ സോഷ്യൽ മീഡിയകളിലൊന്നായ എക്സിൽ സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇന്നലെയും ഇന്നും എന്നും മാറ്റമില്ലാത്തവനായ സമാധാനത്തിന്റെ ദൈവമേ, അങ്ങാണല്ലോ ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്ന് അരുളി ചെയ്തത്. ഞങ്ങളുടെ തളർന്ന ഹൃദയങ്ങളെ ഞങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു. ഈ ഭയത്തിന്റെയും സംഘർഷാവസ്ഥയുടെയും ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങയുടെ ദിവ്യപ്രകാശത്തിനായി ദാഹിക്കുന്നു. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്നരുളി ചെയ്ത കർത്താവേ, സമാധാന വാക്താക്കളാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അനുരഞ്ജനത്തിന്റെ വിത്തുകൾ ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. അങ്ങനെ മുറിവേറ്റ ലോകത്തിൽ ഞങ്ങൾ അങ്ങയുടെ ഉപകരണങ്ങളായി തീരട്ടെ. ലയോ 14-ാമൻ പാപ്പയും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആണവ ഭീഷണിയിൽ നിന്ന് വിമുക്തമായ ഒരു ലോകത്തിന് നമ്മൾ പ്രതിബദ്ധത കാണിക്കണമെന്നും അത് ആത്മാർത്ഥതയുള്ള സംവാദത്തിലൂടെയും ആദരവോടെയുള്ള കൂടിക്കാഴ്ചകളിലൂടെയുമാകണമെന്നും പാപ്പ പറഞ്ഞു. അനുരഞ്ജനത്തിന്റെ പാതയാണ് എല്ലാ രാജ്യങ്ങളും തിരഞ്ഞെടുക്കേണ്ടതെന്നും നീതിയിൽ അധിഷ്ഠിതമായ പരിഹാരവും സാഹോദര്യവും സമാധാനവും സുരക്ഷിതത്വവും സമാധാനം സ്ഥാപിക്കുന്നതിനായുള്ള പൊതുനന്മയുമാണ് രാജ്യങ്ങൾ ലക്ഷ്യമിടേണ്ടതെന്നും പാപ്പ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.